നിങ്ങൾ അമ്പലപ്പറമ്പും കടൽ തീരങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്നാൽ തിരുവനന്തപുരത്തിന്റെ കലാപരമായ ഊർജം കണ്ടിട്ടുണ്ടോ? കേരളത്തിന്റെ കലാഹൃദയമായ മാനവീയം വീതിയിൽ ചുവരുകൾ കഥ പറയുന്നതും തെരുവുകൾ പാടുന്നതും കാണാൻ കഴിയും. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് 180 മീറ്റർ മാത്രം നീളമുള്ള റോഡ് കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി മാറിയതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 1995 ഈ റോഡിനെ ഒരു സാംസ്കാരിക ഇടവഴിയാക്കി മാറ്റാനുള്ള ആശയം വന്നത്. എന്നാൽ 2001 അന്നത്തെ നിയമസഭാ സ്പീക്കർ എം വിജയകുമാർ ഈ റോഡിനെ സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദിയായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് ഈ റോഡിന് മാനവീയം എന്ന പേര് കൊടുക്കുകയുണ്ടായി. സംസ്കൃത ഭാഷയിൽ മാനവീയം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇത് രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ ആദ്യത്തെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ ആണ്. ആർക്കും പാടാം, നൃത്തം ചെയ്യാം, സൊറ പറയാം, അങ്ങനെ കലകൾ ചർച്ച ചെയ്യാനും അവതരിപ്പിക്കാനുമുള്ള ഒരിടമാണിത്. നാടൻ പാട്ട്, തെരുവ് നാടകം, നാടൻ കലാരൂപങ്ങൾ എന്നിവയും ഇവിടെ ഇപ്പോൾ അരങ്ങേറുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും സംഗീത ബാൻഡുകൾ ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്. തലസ്ഥാനത്ത് വന്ന ഈ നൈറ്റ് ലൈഫ് പദ്ധതി യുവതലമുറ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാനവീയം വീതിയിലെ മതിലുകൾ വിവിധ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ആർട്ടീരിയ എന്ന പേരിൽ പ്രമുഖ കലാകാരന്മാർ ചേർന്ന് ആരംഭിച്ച പദ്ധതി ഈ പ്രദേശത്തെ സൗന്ദര്യവത്കരിക്കാനും പൗരബോധം വളർത്താനും സഹായിക്കുന്നു. വലിയൊരു ജനക്കൂട്ടമാണ് രാത്രികാലങ്ങളിൽ ഇവിടെ കൂടി വരുന്നത്. ഇവിടെ കൊമേഴ്സ്യൽ പ്രോഗ്രാമുകൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കുന്നു. മറ്റുള്ളവ സൗജന്യമായി അവതരിപ്പിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ് ഉള്ളതുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇത് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. സ്മാർട്ട് റോഡ്സ് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച മാനവീയം വീതിയുടെ നടത്തിപ്പും പരിപാലനവും തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, സംസ്ഥാന ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ് എന്നിവരുടെ എല്ലാം കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഇവയിൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ കഫറ്റീരിയ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഫ്രഷ് ജ്യൂസും പലതരത്തിലുള്ള ടീ ആൻഡ് കോഫിയും പിന്നെ സ്നാക്സും അവൈലബിൾ ആണ്. ഇവിടെ കഫേ നടത്തുന്ന അർജുനെയും ഭാര്യ ദീപാറാണിയെയും പരിചയപ്പെട്ടു. അവിടെ നിന്നും ലൈവായി ചെയ്തു കൊടുക്കുന്ന സ്പെഷ്യൽ ഹോട്ട് ആൻഡ് ക്രിസ്പി കട്ട്ലറ്റ് വളരെ ടേസ്റ്റി ആയിരുന്നു. അർജുൻ മാനവീയം വീതിയെ കുറിച്ച് പറയുന്നത് കേൾക്കാം. മാനവീയം വീതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ സ്ട്രീറ്റ് ആണ്. നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. നൈറ്റ് ലൈഫ് നമുക്ക് ഇവിടെ 24 hours ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് പേരുകേട്ട തിരുവനന്തപുരത്തെ മാനവീയം വീതി വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ചുരുക്കത്തിൽ മാനവീയം വീതി കലയെയും സാഹിത്യത്തെയും സൗഹൃദത്തെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാഴ്ചകൾ തുടരുന്നു.